കാവ്യാമൃതം കാവ്യാമൃതം കാവ്യാമൃതം. നഗരത്തിൽ ജനിച്ചു വളർന്ന എനിക്ക് പള്ളിയിൽ പോകുമ്പോഴുള്ള ദേവാലയ സംഗീതത്തിനപ്പുറത്ത് ക്രൈസ്തവധാരയിലുള്ള ഗീതകങ്ങൾ കേൾക്കുവാൻ അധികം അവസരം ആദ്യ നാളുകളിൽ ഉണ്ടായിരുന്നില്ല. ആകാശവാണിയിൽ പോലും ഗാനങ്ങൾ പ്രക്ഷേപണം ചെയ്യുന്നതിൽ അത്തരം ഗാനങ്ങൾക്കുള്ള പ്രാമുഖ്യം പിന്നീട് മാത്രമായിട്ടുണ്ടായത്. പക്ഷേ താമസം നഗര മധ്യത്തിൽ നിന്ന് ഒരല്പം പാർശ്വഭാഗത്തേക്ക് നീങ്ങി കത്രക്കടവിലൊരു വീട് വെച്ച് താമസമാക്കിയപ്പോഴാണ് ചുറ്റുപാടുമുള്ള നിരവധി ക്രൈസ്തവ ഗൃഹങ്ങളിൽ നിന്ന് സായന്തനങ്ങളിൽ മുഴങ്ങുമായിരുന്ന പ്രാർത്ഥനാ ഗീതങ്ങൾ, ആവേ ആവേ എന്നാരംഭിക്കുന്ന പ്രാർത്ഥനാ ഗീതങ്ങൾ, അതോടൊപ്പം ഭക്തിസാന്ദ്രമായ ഹൃദയത്തിൻ്റെ സമർപ്പണ ധാരയിൽ നിന്ന് നിവേശിതമായ ഉൾവേവുകളോടുകൂടിയ പ്രാർത്ഥനാ ഗീതകങ്ങൾ കേൾക്കുവാനുള്ള സന്ദർഭമുണ്ടായത്. അതെൻ്റെ മനസ്സിൽ ഒരു വല്ലാത്ത ആത്മീയ അനുഭൂതി തന്നെ ഉണർത്തി തന്നിരുന്നു. ഏതാണ്ട് ആ കാലഘട്ടത്തിൽ തന്നെയാണ് സിനിമകൾ സജീവമായി കാണുന്ന ഒരു കീഴ്വഴക്കമുണ്ടായത്. അപ്പോൾ ചില സിനിമകളിൽ, പ്രത്യേകിച്ചും ഉദയയിൽ നിന്നെല്ലാം വരുന്ന സിനിമകളിലെ ഹൃദയഹാരിയായ ഗാനങ്ങളിൽ ക്രൈസ്തവ ബിംബങ്ങളെ ഉൾച്ചേർത്തുകൊണ്ട് ഒരു വിശുദ്ധമായ ആത്മീയ പരിവേഷത്തിലേക്ക് മനസ്സിനെ കൈപിടിച്ചനയിക്കുന്ന ഗീതകങ്ങൾ ചേർന്ന് വരാൻ തുടങ്ങി. ആ ചിത്രങ്ങൾക്ക് ഉദയ നൽകിയിരുന്ന പേരുകൾ പോലും ഹൃദയാകർഷകമായിരുന്നു. റാഹേലെന്നും റബേക്ക എന്നും പേരിട്ട് ചിത്രങ്ങൾ ഒരുക്കുവാൻ ഒരുപക്ഷെ ആ വഴിയിൽ കൂടി പോലും മതേതരമായ ഒരു പ്രേക്ഷക സമൂഹത്തിൻ്റെ ഹൃദയ വാതായനങ്ങളിൽ സ്വാഗതം നേടിയെടുക്കാമെന്ന് പറയുന്ന ആത്മവിശ്വാസം കൂടി അത്തരം പേരുകളുടെ പുറകിൽ അവരെ നയിച്ചിട്ടുണ്ടാകാം. ഏതായാലും 63 എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലഘട്ടത്തിലാണ്, 9ലും 10ലും പഠിക്കുന്ന കാലഘട്ടത്തിലാണ് ഇത്തരം സിനിമകൾ കൂടുതലായി കാണുന്നത്. ഇത്തരം പാട്ടുകൾ എൻ്റെ മനസ്സിൽ തുടിചേരുകയും എൻ്റെ ചുണ്ടുകളിൽ എനിക്ക് മാത്രം പാടാൻ കഴിയുന്ന എൻ്റേത് മാത്രമായ ഒരു ചെറിയ സംഗീത ശൈലിയിലൂടെ ഞാൻ ഉരുവിടുകയും ചെയ്യുവാൻ തുടങ്ങുന്നത്. നാടകങ്ങളിൽ ONVയും ചലച്ചിത്രങ്ങളിൽ P. ഭാസ്കരനും വയലാറും മത്സരിച്ചെഴുതിയ ക്രൈസ്തവ ഭക്തിഗാനങ്ങൾ ഒരു കാലഘട്ടത്തിൽ ഞങ്ങളുടെയെല്ലാം കൗമാരദശകളിലെ ഏറ്റവും വലിയ പുണ്യ ചൈതന്യം വർഷിച്ചു തന്ന വലിയ വരങ്ങളായിരുന്നു. അക്കൂട്ടത്തിലാണ് ഏറ്റവും കൂടുതൽ മനുഷ്യഹൃദയങ്ങളിലേക്ക് ഇറങ്ങുന്ന വിധം ലാളിത്യം വിളുമ്പി നിൽക്കുന്ന വരികളിലൂടെ, കൽപ്പനകളിലൂടെ ഭാസ്കരൻ മാഷും വയലാറും ചലച്ചിത്രങ്ങളിൽ നിന്ന് ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് ഒരു ആത്മീയ പരിവേഷമായി പെയ്തിറങ്ങുന്നത്. റബേക്ക എന്ന ചിത്രം 1963 നിർമ്മിക്കപ്പെടുന്നത്. ഉദയ എന്ന വലിയ സാമ്രാജ്യത്തിൻ്റെ അധിപനായിരുന്ന M. കുഞ്ചാക്കോയുടെ സംവിധാനത്തിലും നിർമ്മാണത്തിനും കീഴിലും ഒരുങ്ങുന്ന ചിത്രം. വയലാർ രാമവർമ്മയാണ് അതിന് ഗാനങ്ങൾ എഴുതിയത്. അതിന് സംഗീതം പകർന്നത് K. രാഘവൻ മാസ്റ്ററാണ്. ഉദയയുടെ സംഗീതം എന്ന് പറയുമ്പോൾ ഇന്നത്തെ തലമുറയ്ക്ക് തോന്നുക വയലാർ ദേവരാജൻ കഴിഞ്ഞുള്ള യുഗമാണെന്ന്. വയലാർ ദേവരാജന് മുമ്പുള്ള യുഗങ്ങളിൽ ആ നാളുകളിൽ രാഘവൻ മാസ്റ്ററും ബാബുരാജും അടങ്ങുന്ന, ദക്ഷിണാമൂർത്തി സ്വാമിയും അടങ്ങുന്ന നിരവധി സംഗീതകാരന്മാർ ഉദയയുടെ സംഗീതത്തിൻ്റെ സാരഥ്യം പേറിയിട്ടുണ്ട്. ഈ ചിത്രത്തിന് ഗാനമൊരുക്കിയത് രാഘവൻ മാസ്റ്ററാണ്. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു സുഹൃത ഭാഗ്യം എന്ന് ഞാൻ കരുതുന്നത് ഈ ഗാനം പാലക്കാടിനടുത്തുള്ള ചിറ്റൂരിൽ ഞാൻ കുറച്ച് നാൾ വിദ്യാർത്ഥിയായിരുന്ന നാളുകളിൽ ഉണ്ടായൊരു പരിചയത്തിൻ്റെ പുറത്ത് ലീലച്ചേച്ചി, അനുഗ്രഹീത ഗായികയായ P. ലീലച്ചേച്ചി എന്നോട് കാണിച്ചിരുന്നൊരു വാത്സല്യത്തിൻ്റെ കൂടി പിൻമുറ്റത്ത് ഞങ്ങളൊരുമിച്ച് ഒരു സൗഹൃദ വേഴ്ച പങ്കിടുന്ന ഒരു സന്ദർഭമുണ്ടായപ്പോൾ എൻ്റെ ആഗ്രഹപ്രകാരം എനിക്ക് വേണ്ടി മാത്രമായി ഇതിലെ 4 വരികൾ ലീലച്ചേച്ചി പാടിത്തന്നിരുന്നു എന്നുള്ളതാണ്. രാഘവൻ മാസ്റ്ററുടേതാണ് ഈ സംഗീതമെന്ന് അറിഞ്ഞപ്പോൾ വല്ലാത്ത ആദരവ് കൂടുതൽ തോന്നി. കാരണം ഒരു ഭക്തി നിർഭരമായ ക്രൈസ്തവ മനസ്സിനെ തൊട്ടുണർത്തുന്ന വിധത്തിൽ, അതേസമയത്ത് ക്രൈസ്തവേതര സമൂഹത്തിൻ്റെ മനസ്സിനെയും ധ്യാനപൂർവം പ്രാർത്ഥനാഭാവത്തിലേക്ക് കൈപിടിച്ച് ആനയിക്കുന്ന വിധത്തിലുള്ള ഈണമാണ് അദ്ദേഹം ഈ വരികൾക്ക് നൽകിയിരുന്നത്. പിന്നീട് ഉദയവുമായി കൂടുതൽ അടുക്കാനിട വന്നപ്പോൾ അക്കാലഘട്ടത്തിലെ ഉദയയുടെ സാരഥിയായിരുന്ന ബോബൻ കുഞ്ചാക്കോ പറയാറുണ്ട്, ഇത്തരം പാട്ടുകൾ അതിൻ്റെ ട്യൂൺ പാടി കേൾക്കുമ്പോൾ അമ്മച്ചിയുടെ കണ്ണ് നിറഞ്ഞാൽ ഞങ്ങൾ അപ്പോൾ ഉറപ്പിക്കും ഈ പാട്ട് ജനങ്ങൾ ഏറ്റെടുക്കുമെന്ന്. അമ്മച്ചി എന്ന് അദ്ദേഹം പറഞ്ഞത് കുഞ്ചാക്കോയുടെ പത്നിയായിരുന്ന അന്നമ്മ കുഞ്ചാക്കോയാണ്. അന്നമ്മ കുഞ്ചാക്കോയുടെ കണ്ണ് നിറച്ച ഈണമാണ് രാഘവൻ മാസ്റ്റർ വയലാറിൻ്റെ വരികൾക്ക് പകുത്ത് നൽകിയത്. യെരുശലേമിൻ നായകനെ
എന്നാരംഭിക്കുന്നു ഈ ഗാനം. കല്ലും മുള്ളും നിറഞ്ഞ ഒരു കന്യാജീവിതവും വസന്തം പൂത്തു തളിർത്ത് നിൽക്കുന്ന പ്രണയസുരഭിലമായ കുടുംബജീവിതവും രണ്ടും കൺമുമ്പിൽ ഉള്ളപ്പോൾ അതിലേത് തിരഞ്ഞെടുക്കണം എന്ന് സ്വയം ചോദിക്കുകയും സ്വയം അതിന് ഉത്തരം പറയുകയും ചെയ്യുന്ന ഒരു സ്ത്രീ മനസ്സിൻ്റെ ആലോലമാണ്, അല്ലെങ്കിൽ ആ ആലോലത്തെ അതിഭവിച്ചു കൊണ്ടുള്ള വിശ്വാസദാർഢ്യത്തിൻ്റെ പ്രഖ്യാപനമാണ് വയലാർ ഈ വരികളിലൂടെ നമുക്ക് പകർന്നു നൽകുന്നത്. ലീലച്ചേച്ചിക്ക് മാത്രം പാടാൻ കഴിയുന്ന, ലീലച്ചേച്ചി മാത്രം പാടുമ്പോൾ ലഭ്യമാകുന്ന ചില ഈ സ്വര രീതികളിലെ ഉൾവലിയലുകളും അതിനോട് ഒപ്പം തേമ്പി നിന്നുകൊണ്ട് പ്രകാശിതമാകുന്ന പുനരർപ്പണത്തിൻ്റെ ശകലങ്ങളും കൂടെ ചേർന്ന് ഈ ഗാനത്തെ ഭാവോജ്വലമാക്കുന്നു. ആത്മാവിന് അൾത്താര, മണിയറ. മണിയറയിൽ മണവാളൻ വരുന്ന നേരം വിളക്ക് കൊളുത്തി കാത്തിരുന്ന മണവാട്ടിമാരുടെ കഥ ബൈബിൾ പരിവർത്തനത്തിൽ നമുക്ക് സുപരിചിതമാണ്. അത്തരം ബിംബകൽപ്പനകളെ അതിലളിതമായ വരികളിൽ ഇടചേർത്തുകൊണ്ടാണ് വയലാറിൻ്റെ കാവ്യസങ്കല്പം ഈ ഗാനത്തിൽ നിറതുളുമ്പി നിൽക്കുന്നത്. അതിനിണങ്ങുന്ന ഈണമാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ രാഘവ മാസ്റ്റർ ഇതിന് പകുത്തു നൽകിയത്. ആലാപനത്തിലൂടെ അനന്യമായ താരതമ്യങ്ങളില്ലാത്ത ഭാവ ചാതുര്യം ലീലച്ചേച്ചി ഈ ഗാനത്തിന് നൽകിയിരിക്കുന്നു. അതിവിടെ നമുക്ക് വേണ്ടി പാടുന്നത് അന്ന ബേബി. യെരൂശലേമിൻ നായകനെ എന്നു കാണും, ആത്മാവിൻ അൾത്താരയിൽ എന്നു കാണും, ഞാൻ എന്നു കാണും. യെരൂശലേമിൻ നായകനെ എന്നു കാണും, ആത്മാവിൻ അൾത്താരയിൽ എന്നു കാണും, ഞാൻ എന്നു കാണും. കല്ലിലും മുള്ളിലുമുള്ള കന്യാജീവിതമോ, കതിരായി കനിചൂടും കുടുംബജീവിതമോ, തിരഞ്ഞെടുക്കൂ നീ, തിരഞ്ഞെടുക്കൂ. തിരഞ്ഞെടുക്കൂ നീ, തിരഞ്ഞെടുക്കൂ. യെരൂശലേമിൻ നായകനെ എന്നു കാണും, ആത്മാവിൻ അൾത്താരയിൽ എന്നു കാണും, ഞാൻ എന്നു കാണും. മണിയറ തുറന്നോളൂ, ജപമാല തന്നോളൂ, എൻ തിരുമണവാളൻ വന്നിരുന്നോളൂ. ഒരുങ്ങി നിൽപ്പൂ ഞാൻ, ഒരുങ്ങി നിൽപ്പൂ. ഒരുങ്ങി നിൽപ്പൂ ഞാൻ, ഒരുങ്ങി നിൽപ്പൂ. യെരൂശലേമിൻ നായകനെ എന്നു കാണും, ആത്മാവിൻ അൾത്താരയിൽ എന്നു കാണും, ഞാൻ എന്നു കാണും. കാവ്യാമൃതം. ചാർലി ചാപ്ലിനെ അനുകരിച്ച് പല കഥാപാത്രങ്ങളും തങ്ങളുടെ പ്രകാശനത്തിനിടയിൽ ചില രംഗങ്ങൾ ആവിഷ്കരിച്ച് കണ്ടിട്ടുണ്ട്. പക്ഷേ ഒരു ചാർലി ചാപ്ലിൻ കൺസെപ്റ്റിൽ നിന്നുകൊണ്ട്
ഒരു പൂർണ്ണ ചിത്രം മലയാളത്തിലുണ്ടാകുന്നത് എൻ്റെ ഓർമ്മയിൽ നീലി സാലി എന്ന ചിത്രമാണ്. കുഞ്ചാക്കോയുടെ ഉദയ സ്റ്റുഡിയോയിൽ നിന്ന് പുറത്തിറങ്ങിയൊരു ചിത്രം. അതിൽ എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ച ഒരു എലിമെൻ്റ് എന്ന് പറയുന്നത് ഹാസ്യനടൻ മാത്രമായി മുദ്ര കുത്തിയിരുന്ന ബഹദൂറാണ് ഈ ചിത്രത്തിൽ പ്രധാന വേഷം അഭിനയിച്ചതെന്നുള്ളതാണ്. മെഹബൂബായിരുന്നു അതിൽ കൂടുതൽ പാട്ടുകളും പാടിയത്. പക്ഷേ ബഹദൂർ വെറും ഹാസ്യവേഷം മാത്രമല്ല ഇതിൽ അണിഞ്ഞത്. നായക വേഷത്തിനിണങ്ങുന്ന രീതിയിലുള്ള ബഹദൂറിൻ്റെ അനന്യമായ ഭാവപ്രകാശന സിദ്ധിയെ പ്രയോജനപ്പെടുത്തുന്ന രീതിയിലുള്ള പാത്രാവിഷ്കാരം അദ്ദേഹത്തിന് ഈ ചിത്രത്തിലൂടെ നിവർത്തിക്കാൻ കഴിഞ്ഞു. ഏതാണ്ട് സംഗീത പ്രധാനമായി തന്നെയാണ് ഈ ചിത്രം പുറത്തിറങ്ങിയത്. അതിൽ ഏതാണ്ട് എല്ലാ പാട്ടുകളും തന്നെ എൻ്റെ ഓർമ്മയിൽ പി ഭാസ്കരൻ എഴുതി കെ രാഘവൻ സംഗീതം പകർന്ന ഇതിലെ എല്ലാ പാട്ടുകളും തന്നെ ആ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ജനപ്രീതി നേടിയ പാട്ടുകളാണ്. അക്കൂട്ടത്തിൽ സിനിമയിൽ ഒരു കരോൾ ഗാനം ഇത്ര മനോഹരമായി ആവിഷ്കരിക്കപ്പെട്ട് കാണുന്നത് നീലി സാലി എന്ന ചിത്രത്തിലൂടെയാണ്. ദൈവത്തിൻ പുത്രൻ ജനിച്ചു എന്ന് എം രാജയുടെ മന്ത്രമധുരമായ സ്വരത്തിലൂടെ ഒരു സംഘം ചേർന്ന് ആലപിക്കുമ്പോൾ അത് സാധാരണ കരോൾ ഗീതങ്ങൾക്ക് പാശ്ചാത്യ ഈണങ്ങൾ അതേപടി പകർത്തിക്കൊണ്ടുള്ള ഒരു പുനരാവിഷ്കാരം ആണ് അന്നത്തെ നാട്ടുവഴക്കം എന്നിരിക്കെ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി കൊണ്ട് തന്നെ ഒരുപക്ഷെ ഒരുപാട് തേടി അലഞ്ഞാൽ ഏതെങ്കിലും മറ്റ് ഈണങ്ങളുടെ ശകലങ്ങൾ ഇതിൽ ആരോപിക്കാൻ കഴിഞ്ഞേക്കാം. പക്ഷെ എന്നാലും ഈ മണ്ണിൽ ചവിട്ടി നിന്നുകൊണ്ട് ഈ മണ്ണിൻ്റെ രക്ഷകൻ്റെ ഉദയം വിളംബരം ചെയ്യുന്ന നക്ഷത്രത്തെ നോക്കി നിന്ന് പാടുന്ന ഒരു പാട്ടിൻ്റെ എല്ലാ സൗരഭവും ആവാഹിച്ചുകൊണ്ട് എം രാജയും സംഘവും പാടിയതാണ് കെ രാഘവൻ്റെ ശിക്ഷണത്തിൽ പി ഭാസ്കരൻ്റെ ഈ വരികൾ. ഫുൾട്ടൻ ഷീൻ വളരെ സമർത്ഥമായി ഉന്നയിച്ചിട്ടുള്ള ഒരു വ്യാഖ്യാനമുണ്ട്. അതൊരു പുനരവതരണമെന്നോ പുനർവായനയെന്നോ വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. ഉയിർപ്പ് എന്നും ദുഃഖവെള്ളിയാഴ്ചയുടെ തുടർച്ചയിലാണ്. ആഹ്ലാദത്തിന് മുമ്പ് കുരിശാരോഹണത്തിൻ്റെ ഒരു പൂർവാശ്രമ പർവ്വമുണ്ട് എന്ന് അദ്ദേഹം അടിവരയിട്ട് പറയുമായിരുന്നു. അതുപോലെ ഗോകുൽത്താമലയിൽ ബലിയാടാകാനായി പിറന്നവൻ്റെ പിറവിയാണ് രാജാക്കന്മാർ നക്ഷത്രത്തെ പിന്തുടർന്നുകൊണ്ട് വന്ന് കണ്ടെത്തുന്നതും ലോകം മുഴുവൻ കേൾക്കെ വിളംബരം ചെയ്യുന്നതും. ദൈവത്തിൻ പുത്രൻ ജനിച്ചു, മാനവരാശിയുടെ എല്ലാ പാപങ്ങളും കഴുകിക്കളഞ്ഞ് അവനെ ശുദ്ധി ചെയ്തെടുത്ത് ദൈവസന്നിധിയിൽ സ്വീകാര്യനാക്കാൻ വേണ്ടി ഇതാ ഒരു പുണ്യപുരുഷൻ അവതരിച്ചിരിക്കുന്നു എന്ന വിളംബരം പോലും ആസന്നമായ അപ്രതിരോധ്യമായ ഒരു മരണത്തെ മുന്നിൽ കണ്ടുകൊണ്ട് ഒരു ബലിയെ മുന്നിൽ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് ഭാസ്കരൻ മാഷ് എഴുതിയത്. അതിനിണങ്ങുന്ന ഈണമാണ് അതിന് പകർന്നു കിട്ടിയത്. അതിനോട് രണ്ടിനോടും ഇടചേർന്നുകൊണ്ടാണ് അത് ആലപിക്കപ്പെട്ടത്. ഇവിടെ ഈ ഗാനം നമുക്ക് വേണ്ടി കെ എൽ ആൻ്റണി ആലപിക്കുന്നു. ദൈവത്തിൻ പുത്രൻ ജനിച്ചു, ഒരു പാവന നക്ഷത്രം വാനിലുദിച്ചു. ദൈവത്തിൻ പുത്രൻ ജനിച്ചു, ഒരു പാവന നക്ഷത്രം വാനിലുദിച്ചു. കന്യകമാതാവിൻ കണ്ണിലുണ്ണിയെ കാണായി പശുവിൻ തൊഴുത്തിൽ, അന്നു കാണായി പശുവിൻ തൊഴുത്തിൽ. ദൈവത്തിൻ പുത്രൻ ജനിച്ചു. മാനവരാശി തൻ പാപങ്ങളാകെ തൻ പാവന രക്തത്താൽ കഴുകിയിടുവാൻ ഗാഗുൽത്താമലയിൽ ബലിയാടായി തീരാ ബദൽഹാമിൽ പശുവിൻ തൊഴുത്തിയിലെ പുല്ലിൽ ദൈവത്തിൻ പുത്രൻ ജനിച്ചു. മാലാഖമാരവർ പാടി, ഇനി മാനവർക്കെല്ലാം സമാധാനമൊന്നായി. സ്വർഗത്തിൽ ദൈവത്തെ വാഴ്ത്തി വാഴ്ത്തി സ്വർഗീയ
മതിമറന്നപ്പോൾ മധുരമാം ഗാനം ഇടയന്മാരെങ്ങെങ്ങും പാടി നടന്നു. ദൈവത്തിൻ പുത്രൻ ജനിച്ചു, ഒരു പാവന നക്ഷത്രം വാനിലുദിച്ചു. ദൈവത്തിൻ പുത്രൻ ജനിച്ചു. ഈശോ മിശിഹ വന്നല്ലോ, ഇനിമേൽ മണ്ണിനു സുഖമല്ലോ. ഓശാന ഓശാന, പാപം പോക്കും ശിശുവല്ലോ, പാവന ദൈവിക ശിശുവല്ലോ. ഓശാന ഓശാന. കാവ്യാമൃതം. 1973 തിരുവനന്തപുരത്തെ വിഖ്യാതമായ പ്രകൃഷ്ടമായ സെൻറ്റ് മേരീസ് കത്തീഡ്രൽ സഭാ സമൂഹത്തിന് തങ്ങളുടേതായ ഒരു സംഗീത ആൽബം പ്രാർത്ഥനാഗീതങ്ങൾ ഉൾച്ചേർത്തുകൊണ്ട് അവതരിപ്പിക്കണമെന്ന ആഗ്രഹം തോന്നി. അവർ അതിനായി ഒരുപ്പെട്ടപ്പോൾ അതിലെ ഗാനങ്ങൾ പാടുന്നതിന് വേണ്ടി അന്ന് ഏറ്റവും പ്രശസ്തരും ഏറ്റവും തിരക്കേറിയവരുമായ തെന്നിന്ത്യൻ ഗായകരെ തന്നെ അവർ ആനയിച്ചു കൊണ്ടുവന്നു. അക്കൂട്ടത്തിൽ എസ് ജാനകി പാടിയ ഒരു പാട്ട് ആ ഗാനങ്ങളുടെ കൂട്ടത്തിൽ പ്രത്യേകം ജാനകി ചേച്ചിക്ക് മാത്രം കഴിയുന്ന ആലാപന സൗഭഗത്തിൻ്റെ തികവ് കൊണ്ടും മികവ് കൊണ്ടും വേറിട്ട് നിന്നിരുന്നു. മേരി മനോജ്ഞ മാതാവേ എന്നാരംഭിക്കുന്ന മാതാവിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് വാഴ്വുകൾ കൊണ്ടും സ്തോത്രഗീതങ്ങൾ കൊണ്ടും നന്ദി പ്രകാശനങ്ങൾ കൊണ്ടും മാതാവിനെ അർച്ചന നടത്തിക്കൊണ്ട് നിവർത്തിക്കപ്പെട്ട പ്രകാശിപ്പിക്കപ്പെട്ട ഈ ഗാനം സ്വയം എഴുതി ഈണപ്പെടുത്തി നമുക്കൊരു ഗാനമായി പകുത്തു തന്നത് MJ തോമസാണ്. അമൃതവർഷിണിയായ സ്നേഹദായിനിയായ ജീവപ്രധാനിനിയായ എല്ലാ നന്മകളുടെയും ഉറവിടമായ അമ്മയുടെ മുമ്പിൽ കണ്ണീര് കൊണ്ട് ഉപ്പിട്ട് ആത്മാവിൻ്റെ നോവുകൾ വറ്റായി ഇടചേർത്ത് ഹൃദയത്തിലെ ഭക്തി പാരവശ്യം മുഴുവൻ അതിന് മേമ്പടിയായി വിളക്കിച്ചേർത്തുകൊണ്ട് നടത്തുന്ന ഒരർത്ഥനയാണ് ഈ ഗാനം. അമ്മേ മാതാവേ, നിന്നെക്കുറിച്ചുള്ള ഓർമ്മ പോലും എത്ര പവിത്രം, ആ സ്മൃതി എൻ്റെ ജീവിതത്തിൽ വിശുദ്ധിയുടെ നിലാവായി എന്നും പെയ്തിറങ്ങണമേ എന്ന ഈ ഗാനം നമുക്ക് വേണ്ടി ഇവിടെ ആലപിക്കുന്നത് മെറിൻ.
ഏത് ഗാനവും അത് അതിൻ്റെ നിറവിലും പൂർണ്ണതയിലും എത്തുന്നത് അതൊരു നൈവേദ്യ അർച്ചനയാകുമ്പോഴാണ്. ഗായകൻ, കവി, സംഗീതകാരൻ, ആ ഭാവം ആവിഷ്കരിക്കുന്ന അഭിനേതാവുണ്ടെങ്കിൽ അഭിനേതാവ്, ഇവർ സ്വന്തം ഹൃദയത്തിലേക്ക് തൻ്റെ ഇഹലോക വ്യാപനങ്ങളിലെ മറ്റ് ദർശനങ്ങളെ എല്ലാം ത്യജിച്ച് ഈ സന്ദർഭത്തിൻ്റെ ഭാവങ്ങളെ മൊത്തം ആവാഹിച്ചെടുത്തുകൊണ്ട് ഈശ്വരൻ്റെ സന്നിധിയിൽ, പ്രകൃതിയുടെ മടിത്തട്ടിൽ, പ്രപഞ്ച നിയന്താവിൻ്റെ സമക്ഷത്തിൽ സ്വയം സമർപ്പിച്ചുകൊണ്ട് ആ മനസ്സിൻ്റെ തേമ്പലുകളെ, ഗൽഗതങ്ങളെ ഒരു സംഗീതത്തിൻ്റെ ഈണമായി പ്രകാശിപ്പിക്കുമ്പോഴാണ് ഒരു നല്ല ഗാനം പിറക്കുന്നത്. അതേത് തരത്തിലുള്ള ഗാനത്തിനും ഈ നിർവചനം ഇണങ്ങുന്നു എന്നുള്ളതാണ് സംഗീതത്തിൻ്റെ മാസ്മരികമായ താരതമ്യങ്ങളില്ലാത്ത വശ്യത. നാം കേൾക്കുന്ന പ്രാർത്ഥനാ ഗാനം ദൈവത്തിനായി അർച്ചിക്കപ്പെടുന്ന പുഷ്പങ്ങളുടെ സൗരഭം പേറുന്നവയാണ്. ആ സൗരഭം തന്നെയാണ് ഈണത്തിൻ്റെ മാധുര്യമായി നമ്മുടെ മനസ്സിൻ്റെ അറകളിൽ വിശുദ്ധിയുടെ വർഷമായി പെയ്തിറങ്ങുന്നത്. സത്യസൗന്ദര്യ സ്നേഹമാധുര്യം വഴിയുന്ന നിസ്തുല കാവ്യാമൃതം നുകരാം നമുക്കിനി നമ്മളിൽ